കരിപ്പൂർ വിമാനത്താവളത്തിൽ ലഹരിക്കടത്ത് മാഫിയ പിടിമുറുക്കുന്നു. 3 മാസത്തിനിടെ 4 ലഹരിക്കടത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ ഈ ലഹരി വസ്തുക്കളും രാസലഹരികളും സ്റ്റിറോയിഡുകളടങ്ങിയ രാസലഹരികളും ലഹരി മിഠായികളും വരെ കള്ളക്കടത്തിലുണ്ടായിരുന്നു. 100 കോടി രൂപയിലധികം വില വരുന്ന ലഹരിക്കടത്താണ് പിടികൂടിയത്. സ്വർണ്ണക്കടത്തിൽ ഒരു വർഷം 180 കോടി രൂപയാണ് ഏറ്റവും ഉയർന്ന തുക. ഇതിലുമധികം ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടാതെ പുറത്തെത്തിയതാണ് ആശങ്ക. സ്വർണ്ണക്കടത്ത് ലാഭകരമല്ലാതായതോടെയാണ് കള്ളക്കടത്ത് സംഘങ്ങൾ ലഹരിക്കടത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് കസ്റ്റംസ് കരുതുന്നത്. 1 കിലോ സ്വർണം കടത്തുമ്പോൾ ലഭിക്കുന്ന ലാഭം പരമാവധി 7 ലക്ഷം രൂപ വരെയായിരുന്നു. എന്നാൽ രാജ്യത്ത് നികുതി കുറച്ചതോടെ ഇത് 3 ലക്ഷത്തിന് താഴെയായി. വാഹകർക്കും സംഘത്തിലെ മറ്റംഗങ്ങൾക്കും വീതം വെച്ച് കഴിയുമ്പോൾ മുകൾ തട്ടിലുള്ളവർക്ക് വലിയ നേട്ടം ലഭിക്കാത്ത അവസ്ഥ. എന്നാൽ ലഹരിക്കടത്തിൽ ലാഭം 10 ഇരട്ടിയാണ്. വിദേശത്ത് 10 ലക്ഷം രൂപ വില വരുന്ന 1 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്ക് കടത്തുമ്പോൾ വിപണി മൂല്യം 1 കോടിയോളമായി മാറും. 90 ലക്ഷത്തിന്റെ ലാഭമാണ് മയക്കുമരുന്ന് മാഫിയയ്ക്ക് ലഭിക്കുന്നത്. കസ്റ്റംസിന്റെ എക്സ്റേ പരിശോധനയിൽ ഇവ കണ്ടെത്താൻ എളുപ്പമല്ലെന്നതാണ് കള്ളക്കടത്തുകാർക്ക് അനുഗ്രഹമാകുന്നത്. സ്വർണ്ണക്കടത്തിൽ എക്സ്റേയിൽ ലഭിക്കുന്ന രൂപങ്ങളും വസ്തുക്കൾക്ക് വരുന്ന ഭാവവ്യത്യാസവുമാണ് സ്വർണ്ണക്കടത്ത് പിടിക്കാൻ സഹായകമാകുന്നത്. എന്നാൽ ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ ഈ 2 സാധ്യതകളും വളരെ കുറവാണ്. അതിനാൽ തന്നെ കരിപ്പൂരിൽ സജീവമായിരുന്ന സ്വർണ്ണക്കടത്ത് മാഫിയ ലഹരിക്കടത്തിലേക്ക് ചുവടുമാറ്റിയതാണ് കസ്റ്റംസ് സംശയിക്കുന്നത്. ആഗോളതലത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മുഖ്യ വരുമാന സ്രോതസ്സാണ് മയക്കുമരുന്ന് വ്യാപാരം. അതിനാൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ലഹരിക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഉപകരണങ്ങളുടെ സഹായത്തോടെ ലഹരിമരുന്നുകൾ കണ്ടെത്തുന്നതിന് വിമാനത്താവളത്തിൽ സംവിധാനമില്ലാത്തതാണ് മാഫിയകൾക്ക് ധൈര്യമേകുന്നത്. ലഗേജ് സ്കാൻ ചെയ്താൽ ഭക്ഷ്യവസ്തുക്കളുടെ പ്രതിബിംബമാണ് ലഹരിമരുന്നുകൾക്കും ലഭിക്കുക. അതുകൊണ്ട് പരിശോധന വേളയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ എളുപ്പമല്ല. കഴിഞ്ഞ ദിവസം ലഹരിമരുന്ന് പിടികൂടാനായത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിവിദഗ്ധമായാണ് രാസലഹരിമരുന്ന് മിഠായികളിലും കേക്ക്, ബിസ്ക്കറ്റുകൾ എന്നിവയിലും കലർത്തിയത്. ബ്രാൻഡഡ് മിഠായികളിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് ലഹരിമരുന്നുണ്ടായിരുന്നത്. വിശദ പരിശോധന നടത്തിയാണ് കസ്റ്റംസ് ലഹരിമരുന്നിന്റെ സാന്നിധ്യം ഉറപ്പാക്കിയത്. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.